എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ മെൽബൺ എയർപോർട്ട് പോവാണ്. അതായത് പപ്പായും മമ്മയും ഇന്ന് നാട്ടിലോട്ട് പോവാണ്. എൻ്റെ കൂടെ ജിജോ ഉണ്ട്. ഞങ്ങളെല്ലാം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ പേക്കൻഹാം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിറങ്ങി ഈ മാക്ഡൊണാൾഡ്സിൽ കയറി ചെറിയ കാപ്പി കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഏതായാലും നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പം മെൽബോണിൽ പോയി എയർപോർട്ടിൽ റിവ്യൂ ചെയ്ത കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് പോകാം. വീട്ടിൽ നിന്ന് ഒരു 4 മണിയായപ്പോൾ ഇറങ്ങാറ്. നമ്മുടെ ഇവിടെ ഏകദേശം 120 കിലോമീറ്റർ ഉണ്ട് എയർപോർട്ടിലോട്ട്. ഞങ്ങൾ താമസിക്കുന്ന ഫിലിപ്പ് ഐലൻഡ് അല്ലെങ്കിൽ വൊന്താഗി എന്നുള്ള സ്ഥലത്തു നിന്ന് ഈ എയർപോർട്ടിലോട്ട്. അപ്പം ഇപ്പം നല്ല തിരക്കാണ്. കാരണം മൺഡേ ടൈം ആയതുകൊണ്ട് വർക്കേഴ്സും അതുകൊണ്ടൊക്കെയുള്ള ആൾക്കാരൊക്കെ രാവിലെയാണ് പോകുന്നത്. അപ്പം അതിൻ്റെതായ ഒരു തിരക്കുകളുണ്ട്. പിന്നെ നമ്മൾ ഈ എയർപോർട്ടിനെ പറ്റി പറയുമ്പോൾ മെൽബൺ എയർപോർട്ട് 1970-ലാണ് ഓപ്പൺ ആയത്. അതിനു മുമ്പേ എസൻഡൻ എയർപോർട്ട് എന്ന് പറഞ്ഞൊരു എയർപോർട്ടായിരുന്നു. അത് റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ മെൽബൺ എയർപോർട്ട് ഓപ്പൺ ആക്കിയത്. 1970-ലാണ് ഓപ്പൺ ആക്കിയത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ പേര് ടുള്ളമറൈൻ എയർപോർട്ട് എന്നാണ് ഈ മെൽബൺ എയർപോർട്ടിൻ്റെ പേര്. ഓസ്ട്രേലിയ തന്നെ 2ാമത്തെ ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ് ഈ മെൽബൺ എയർപോർട്ട്. അവിടുന്ന് നമ്മുടെ നാട്ടിലോട്ട് നമ്മൾ സാധാരണ പോകുന്ന ഫ്ലൈറ്റുകൾ സിംഗപ്പൂർ എയർലൈൻസ്, നമ്മുടെ ഇപ്പം എയർ ഏഷ്യ, എത്തിഹാദ്, അതൊക്കെ ഗൾഫ് കൺട്രീസ് ചെന്നിട്ട് നമുക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ അടിക്കാം. സാധാരണ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരൊക്കെ എയർ ഏഷ്യ അല്ലെങ്കിൽ മെലിൻഡോ ഉണ്ട്, പിന്നെ സ്കൂട്ട് അങ്ങനെയുള്ള എയർപോർട്ട്, സിംഗപ്പൂർ എയർലൈൻസ് ഇതെല്ലാം ഉണ്ട്. അപ്പം അതെ, അങ്ങനെ കുറേ ഫ്ലൈറ്റുകളുണ്ട് ഇവിടുന്ന്. നല്ലൊരു എയർപോർട്ടാണ്. ഏതായാലും നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിലോട്ട്. ഇവിടുന്ന് ശനി 40 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഏകദേശം മെൽബോൺ സിറ്റി അടുത്തു. ഇനിയിപ്പം നമ്മളുണ്ടോ, ഇനി ഒരു ടണലുണ്ട്, ഡൊമൈൻ ടണൽ എന്നാണ്. ആ ടണലിനകത്തൂടെ നമുക്ക് സിറ്റിയൊക്കെ നമുക്ക് ഏകദേശം കാണാൻ പറ്റുന്നുണ്ടല്ലേ. അതെ, ആ കാണുന്നതല്ലേ? അതെ, ആ കാണുന്നതാണ് MCG സ്റ്റേഡിയം. അതായത് മെൽബോൺ ക്രിക്കറ്റ് ഗ്രൗണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന നമ്മളിവിടെ കളി കാണാൻ വന്നിട്ടുണ്ട്. ഇതാണ് ടണൽ ഇവിടെ തുടങ്ങാണ്. വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജിലോട്ട് പോകുന്ന റൂട്ടാണ്. കണ്ടല്ലേ, ഇതാണ് ടണൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. കണ്ടല്ലേ, ഇവിടെ 80 മൈൽസോളാണ്. സ്പീഡ് ക്യാമറ ഉണ്ട്. ഇതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. ഇതാണ് ആ ടണൽ. നമ്മളിപ്പോൾ ആ ടണലിനകത്ത് കയറി. ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ഉണ്ടല്ലേ ടണൽ. ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉണ്ട് ഇതിനകത്തോടെ തന്നെ. ടണലിനായി ഇതിനകത്തൂടെ വണ്ടി പോകുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം വണ്ടിക്ക് എന്തെങ്കിലും ഇതൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പോലീസിനെ പെട്ടെന്ന് വിളിക്കണം. അല്ലാതെ ഇവിടെ നിർത്തിയിടാൻ പാടില്ല, ലൈൻ ചെയ്യാൻ പാടില്ല. ഈ ലൈനിൽ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. ഇത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വേറെ പോകാൻ പറ്റുള്ളൂ. ഇതാണ് ഡൊമൈൻ ടണൽ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം ക്യാമറ വെച്ചിട്ടുണ്ടല്ലേ. ഏതാണ്ട് ഇതെല്ലാം ക്യാമറയാണ് ഇരിക്കുന്നത്. നമ്മൾ സിറ്റിയിലോട്ട് പോകും തോറും ക്യാമറകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ സ്പീഡ് കൂടുക. ഇപ്പം 80 സോണാണ് കാണിക്കുക. അത് കൂടുതൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ അടിക്കും. നമ്മളൊന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. വീട്ടിലോട്ട് വന്നോളൂ അല്ലേ ജോ? എത്രയാഴ്ച ഇങ്ങനെ വന്നിട്ടുണ്ടോ നേരത്തെ? അപ്പോൾ അതില്ല, എനിക്ക് ഇതിലോട്ട് വന്നിട്ടൊന്നുമില്ല. അതിൽ 2 ആഴ്ച കഴിഞ്ഞ് വീട്ടിലോട്ട് വരും. നമ്മൾ ഇത്ര തുക അടയ്ക്കണം. പിന്നെ ലൈസൻസിൻ്റെ പോയിന്റും പോകും അല്ലേ? ലൈസൻസിന് 3 പോയിന്റ്. അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല. അതായത് 3 പോയിന്റാണെന്നാണ് ഞാൻ പറഞ്ഞു കേൾക്കുന്നത്. അതും പോകും. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അവരോട് തന്നെ കൈ കൊടുക്കണം. പുറകെ ഇരിക്കുന്നവരാണെങ്കിലും സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അവർ കൊടുക്കണം. ഡ്രൈവർ തന്നെ. ഓക്കെ, മനസ്സിലായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങൾ. അപ്പോൾ എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട് സിറ്റി എടുക്കും തോറും. പക്ഷേ ഞങ്ങൾ ആ റൂറൽ സൈഡിലോട്ട് വരുമ്പോൾ അത്രയും ക്യാമറാസ് ഒന്നുമില്ല. ഏതായാലും നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു ചെറിയ തിരക്കുണ്ട്, എന്നാലും വലിയൊരു പ്രശ്നമില്ല. ഇപ്പോൾ ഏകദേശം ഇച്ചിരി ഓടി തുടങ്ങി വണ്ടി. ആ കാണുന്നതാണ് ഡോക്ലാൻഡ്സ് എന്ന് പറയും. മെൽബൺ സിറ്റി അതിൻ്റെ ഭാഗങ്ങളുമാണ് നമ്മളത് ആ കാണുന്നുണ്ടല്ലേ അവിടെ.
എയർപോർട്ട് അടുത്ത് ഏകദേശം ഉണ്ടല്ലേ, ഇവിടെ നിന്ന് ഇനി ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം നല്ല ഒരു അങ്ങോട്ട് കയറുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. രാവിലെ നല്ല ട്രാഫിക്കാണ് കേട്ടല്ലേ. ഞാൻ പോകുന്നതൊക്കെ ടാക്സിക്കാരുകളാണ്. അതെ, ഇതൊരു ടാക്സിയാണ് അത് ഈ പോകുന്നത്. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ അല്ലയോ, 8 കിലോമീറ്ററുടെ അതിനകത്തില്ല. നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഡ്രോപ്പ് ഓഫ്, അതായത് പെട്ടെന്ന് ആരെങ്കിലും ഇറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഇതിനകത്തോടെ, ഇതാണ് പാർക്ക്. ഇവിടെ വരുമ്പോൾ ഇടയ്ക്ക് തെറ്റിപ്പോകാൻ സാധ്യത. ഇതാണല്ലേ, അതെ, ഇതിനകത്തോട്ട് നമ്മൾ ഇതിനകത്താണ് കയറുന്നത് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി. ഇത് ഇപ്പുറത്ത് ഇതുണ്ടല്ലേ, ഇവിടെ ഇതാണ്, ഇവിടെയാണ് ഇവരുടെ പാർക്കിംഗ് എല്ലാം. താഴെ എല്ലാം വണ്ടി പാർക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. ഇവിടെ വന്ന് നമ്മൾ ഇത് ചെയ്യണം, ഒന്ന് ഈ കാർഡ് സ്വൈപ്പ് ചെയ്ത് പെർമനൻ്റായിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. ടിക്കറ്റ് ഇപ്പം നമ്മളങ്ങനെ എടുക്കുന്നത് കണ്ടില്ലേ. ഇതാണത് നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ ഇതാണ്. ഇനിയിപ്പം നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എയർപോർട്ടിൽ വന്നത് ഈ കാണുന്ന എല്ലാം എയർപോർട്ടിൻ്റെ കാർ പാർക്കിംഗ് ആണ്. കണ്ടോ, ജിജോ ട്രോളി എടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പം ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ എയർപോർട്ടും കാര്യങ്ങളെല്ലാം കണ്ടില്ലേ. ഈ കാണുന്നതാണ് നമ്മുടെ തുള്ളാമറൈൻ മെൽബൺ എയർപോർട്ട്. കണ്ടില്ലേ, താഴെ കാണുന്ന ഡ്രോപ്പ് ഓഫ് പോയിന്റുകളും ഡിപ്പാർച്ചർ, ആൾക്കാർ പെട്ടെന്ന് ഇറക്കിയിട്ട് പോകുന്നതും എല്ലാമാണ്. അതുകൂടാതെ നമുക്ക് പെട്ടെന്ന് എയർപോർട്ടിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് അവരെ തിരിച്ചുകൊണ്ട് വരുന്നത് ഇതാണ്. കണ്ടില്ലേ, ഇത് 2 വോക്ക് വേ ഉണ്ട്. ഇവിടുന്ന് ഒന്ന് അങ്ങോട്ടുണ്ട്, ഒന്ന് അവിടെ നിന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് മെൽബൺ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് വശം. ഇതാണ് ഒരു വോക്ക് വേ. നമ്മൾ ഈ പോകുന്ന ഈ വോക്ക് വേ കൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു വോക്ക് വേ മെൽബൺ എയർപോർട്ടിൻ്റെ. അതുകൂടാതെ മുമ്പേ പറഞ്ഞ കണക്ക് ആ കാണുന്നതും ഒരു വോക്ക് വേ ആണ്. അത് ആ കാണുന്നതും അല്ലേ, വണ്ടിയെല്ലാം വരും നമുക്ക് കാണാൻ പറ്റില്ല. അതുകൂടാതെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ സ്റ്റോപ്പ് എന്നുള്ള സൈൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾ തന്നെ എപ്പോഴും ഇത് പിടിച്ചുകൊണ്ടിരിക്കും, ആൾക്കാരെ അങ്ങോട്ടേക്കാണ് കടത്താൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വണ്ടിക്കും സ്മൂത്തായിട്ട് പോകാൻ പറ്റും, നമുക്ക് ആൾക്കാർക്ക് സേഫായിട്ട് അപ്പുറത്ത് കടക്കാനും പറ്റും. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ നിന്നാണ് കണ്ടില്ല, ആൾ കടത്തുന്നത് ഇവിടെ നിന്നാണ്. വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ പോകുന്നത് ഇതുണ്ടോ, കോലാലംപൂർ എയർ ഏഷ്യക്കാണ് പോകുന്നത്. അതായത് എയർ ഏഷ്യ അത് കൗണ്ടർ എന്നാണ് പോകുന്നത്. അതെ, വെയിറ്റ് നോക്കുന്ന മെഷീൻ നമ്മളൊന്നുകൂടി ചെക്ക് ചെയ്യാണ് ലഗേജ് കറക്റ്റ് ആണോ അല്ലോ. എത്രയുണ്ട്? 21 20 അല്ലേ. 1 കിലോ ഒക്കെ അവർ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഏതായാലും നമ്മൾ 20 കിലോ. നമ്മുടെ ചെക്കിങ് അവിടെ ആണ്. അപ്പം നീണ്ട ഒരു ക്യൂ ആണ് കണ്ടില്ലേ. കൗണ്ടറാണ് ഇവിടെ കണ്ടില്ലേ. ഇത് മുഴുവൻ ചെക്കിങ് കൗണ്ടേഴ്സാണ് കണ്ടില്ലേ. ഇത് നമ്മൾ ചെക്കിങ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ലഗേജ് കൊണ്ട് നമുക്ക് അങ്ങ് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് നമുക്ക് അങ്ങ് ചെല്ലാൻ പറ്റും. അതാണ് ഒരു വേറൊരു പ്രത്യേകത. നമ്മളിപ്പം എയർപോർട്ടിനകത്താണ് നിൽക്കുന്നത്. അതായത് ഇവിടെ ചെക്കിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോകണക്കല്ല. ഇപ്പം പല ഇൻ്റർനാഷണൽ എയർപോർട്ടുകളെല്ലാം അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നമുക്ക് നാട്ടിൽ നിന്നൊരു വ്യത്യാസമായി നമുക്ക് ചെക്കിൻ ചെയ്യാൻ വേണ്ടി കൗണ്ടർ വരെ നമുക്ക് കൂടെ വരുന്ന ആൾക്കാർക്കും പോകാം. അതുകൂടാതെ തന്നെ ഡിപ്പാർച്ചർ ഗേറ്റിൻ്റെ അവിടെ വരെ പോകാം. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ അവിടെ നിന്ന് വെളിയിൽ നിന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്തോട്ട് ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ പ്രവേശനമുള്ളൂ. ഇപ്പം നിയമം മാറ്റിയെന്ന് എനിക്കറിയാൻ മേല.
അപ്പോൾ അങ്ങനെയുള്ള ചില പിന്നെ അതുതന്നെ ചെക്കിംഗ് കൗണ്ടറൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. നമുക്ക് തന്നെ ഓൺലൈനായിട്ട് വീട്ടിൽ ചെക്ക് ചെയ്യാം. അതുകൂടാതെ ഇവിടെ വന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ടറിൽ നമുക്ക് തന്നെ സെൽഫ് ചെക്കിങ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടറിൽ ചെന്നും ചെയ്യാം. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു എയർപോർട്ട് തന്നെയാണ്. ഏതായാലും ഇപ്പം ഇനി ഞങ്ങൾ അവരങ്ങോട്ട് ഡിപ്പാർച്ചറിലോട്ട് പോകണം. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും. ഇതാണ് ഡിപ്പാർച്ചർ. നമ്മൾ ഡിപ്പാർച്ചറിന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങ് വരെ പോകാൻ പറ്റും. അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഡിപ്പാർച്ചർ അവിടെ നിന്ന് അങ്ങോട്ടാണ്. ഇവിടം വരെ നമുക്കൊരു ഡിപ്പാർച്ചറുണ്ട്. പയമൊക്കെ പോവുകയാണ്. ഇവിടെ നിന്ന് അകത്തോട്ട് വേണം അവർ കയറി പോവാം. ഇല്ല, ഇവിടം വരെ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഇവിടുന്ന് അകത്തോട്ട് കണ്ടില്ല. നമുക്ക് അവിടെ അങ്ങോട്ടാണ് ഡിപ്പാർച്ചർ ഗേറ്റ് ഉണ്ടല്ലേ. ഇവിടുന്ന് അകത്തോട്ട് പോകണം. ഇവിടം വരെ നമ്മളും അലൗഡ് ഉള്ളൂ. ഇവിടെ ഈ കാണുന്ന നമ്മൾ അറൈവലാണ്. നമ്മൾ മുമ്പേ പോയി അങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന ഡിപ്പാർച്ചർ. ഏതായാലും അറൈവിലൂടെ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് നമുക്ക് തിരിച്ച് പോയേക്കാം. മമ്മിയും പപ്പ ഏതായാലും കയറിപ്പോയി. ഈ കാണുന്നതാണ് അറൈവൽ. അവിടെ നിന്നാണ് അറൈവിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിയത്. നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും. ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ടല്ലേ. ആ ചെറിയ ടി വി കാണാൻ പറ്റും. ആൾക്കാർ ഇറങ്ങി വരും. ഇതാണ് അറൈവൽ കണ്ടല്ലേ. അപ്പോൾ നമ്മൾ എയർപോർട്ടിന് വെളിയിൽ ഇറങ്ങാൻ കണ്ടില്ലേ. വണ്ടികളെല്ലാം വന്ന് ക്യൂ നിൽക്കുന്നത്. ഇവിടെ സ്റ്റോപ്പ് സൈൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ സ്റ്റോപ്പ്. അവിടെ ഇതാണ് എയർപോർട്ടിൻ്റെ ടാക്സികളെല്ലാം വന്ന് പുള്ളി സ്റ്റോപ്പ് കാണിക്കും. ഇനിയിപ്പം നമ്മൾ ഇതിനകത്തോടെ കയറി അങ്ങ് പോവാണ്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകണം. ഇതല്ലേ ഇവിടെ നമ്മൾ ടിക്കറ്റ് ഇടണം. ടിക്കറ്റ് ഇട്ട് അത് എത്ര രൂപ എന്ന് ഇവിടെ വരും. അല്ല ജിജ അവിടെ ടിക്കറ്റ് ഇടുകയാണ് കണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇതേ കാണിക്കും എത്ര രൂപ എന്നുള്ളത്. $24 നമ്മൾ ഇത്രയും നേരം വന്നതിൽ. ഏകദേശം ഒരു 2 മണിക്കൂറോടെ പാർക്ക് ചെയ്തു. ജിജ അവിടെ പേ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ടിക്കറ്റ് ഇവിടെ വരും. ആ ടിക്കറ്റ് നമ്മുടെ വന്നു. ഇനി അത് എടുത്തുകൊണ്ട് നമ്മൾ താഴെ കൊണ്ട് കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി ഇവിടുന്ന് എക്സിറ്റ് അടിക്കാൻ പറ്റുള്ളൂ. ജിജ അവിടെ നമ്മൾ എക്സിറ്റ് ആകുകയാണ് കണ്ടല്ലേ. ഇവിടുന്ന് നമ്മൾ മുമ്പേ അവിടെ പേ ചെയ്ത ടിക്കറ്റ് നമ്മൾ ഇവിടണം. ഇട്ട് കഴിയുമ്പോൾ ടിക്കറ്റ് അവർ വലിച്ചെടുക്കും. പക്ഷെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുക, തിരിച്ചു പോവുകയാണ് കണ്ടല്ലേ. അപ്പം ഇതാണ് പപ്പായമ്മയെ കയറിപ്പോയി. ഇതാണ് മെൽബൺ എയർപോർട്ട്. വലിയ എയർപോർട്ടൊന്നുമല്ല. ഓസ്ട്രേലിയയിലെ 2ാമത്തെ ബിസിയസ്റ്റ് ഉള്ള എയർപോർട്ടാണ്. ചെറിയതുമല്ല, എന്നാൽ ഇൻ്റർനാഷണൽ ലോങ് എല്ലാ ഫ്ലൈറ്റുകളും ഉണ്ട്. നമ്മുടെ നാട്ടിലോട്ടുള്ള സിംഗപ്പൂർ എയർവേസ്, ശ്രീലങ്കൻ എയർവേസ്, ഇതെല്ലാം ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി അല്ലെങ്കിൽ അടുത്ത നല്ലൊരു സബ്ജക്റ്റുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.